ഓക്കെ ഡോക്ടർ ജയരാജ്, ഭാരതാംബയുടെ കൊടിയുടെ കാര്യത്തിലും അതുപോലെ ഭാരതത്തിൻ്റെ ചിത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇപ്പം ഉണ്ടായി കാണുമെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ഗവർണറെയാണോ അല്ലെങ്കിൽ ഭാരതാംബയെയാണോ? അല്ല, അത് പബ്ലിക് സ്പേസിൽ നമ്മൾ വെക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അതിനകത്ത് ജോഗ്രഫിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മാപ്പുണ്ട്. സങ്കല്പം എന്തും ആവാം, ആർക്കും എന്ത് വേണമെങ്കിലും സങ്കല്പിക്കാം. പുഷ്പവിമാനം വേണമെങ്കിലും സങ്കല്പിക്കാം. അവിടെ ചെന്ന് ഹനുമാനെ പോലെ വാലും കൊളുത്തി തീ കത്തിച്ചിട്ട് തിരിച്ചു വരാം. ട്രാൻസ്നാഷണൽ ടെററിസം നടത്താം. ഇതൊക്കെ ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അതൊക്കെ സങ്കല്പിച്ചോട്ടെ, എഴുതിക്കോട്ടെ, പഠിച്ചോട്ടെ. അതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്നിടത്താണ് 1680 മരിച്ചാണ് ഛത്രപതി ശിവജി. ഛത്രപതി ശിവജിയുടെ ചരിത്രം എത്ര കൃത്യമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാസാഗർ ഗുരുമൂർത്തി. അദ്ദേഹം മറ്റു കാര്യങ്ങളൊന്നും കാണുന്നില്ല. എന്നിട്ട് അവിടുന്ന് എടുത്തുകൊണ്ടുവന്നാണ് ഈ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഒരു നാട്ടുരാജ്യമായിരുന്നു. അത് ഈ പറയുന്ന വിശാല ഭാരതത്തിൻ്റെ ഭാഗം എന്ന് പറയാൻ പറ്റില്ല. ഓരോ നാട്ടുരാജ്യങ്ങളായിട്ട് വിഘടിച്ച് കിടന്ന സമയത്തുള്ളതാണ് ഈ മഹാരാഷ്ട്ര. അവിടെ നിന്നിട്ടാണ് അദ്ദേഹത്തിന് ദീക്ഷ കൊടുത്തെന്നോ അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തെ ഇത്തരം നറേറ്റീവ്സും ഇത്തരം കഥകളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കഥകൾ പറയാൻ ഓരോ പ്രദേശത്ത് ഓരോ രാജാക്കന്മാരെക്കുറിച്ച് നമുക്ക് അവദാനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അത് പാടി നടക്കാൻ ആളുകളുമുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഭഗവത്ഗീത എന്നും ഇതൊരു RSS ആയിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് സെക്യുലർ റിപ്പബ്ലിക് എന്നുള്ള കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർ ഈ ഭരണഘടന അങ്ങ് മാറ്റട്ടെന്നേ, എന്നിട്ട് തോന്നി കണക്കോലൊക്കെ ചെയ്യട്ടെ. ഭരണഘടന മാറ്റാനുള്ള ധൈര്യം ഇല്ലല്ലോ, ഭരണഘടന മാറ്റാനുള്ള ഭൂരിപക്ഷം ഇല്ലല്ലോ. ആ ഭൂരിപക്ഷം ഇല്ലാത്തടത്തോളം കാലം ഭരണഘടന അനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. പിന്നെ പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ സർട്ടിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. മഹാത്മാഗാന്ധി സവർക്കറെ കുറിച്ച് സർട്ടിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞത് മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള സർട്ടിഫിക്കേഷൻ സോഷ്യലിസവും സെക്യുലറിസവും പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ട് വന്ന കാര്യങ്ങളാണോ ജയരാജേ? സോഷ്യലിസവും സെക്യുലറിസവും പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ട് വന്ന കാര്യങ്ങളാണോ? ആയിക്കോട്ടെ, പാർലമെന്റ് എങ്കിൽ പിന്നെ ഒഴിവാക്കാത്ത എന്തെന്നേ, അത് വെച്ചോണ്ടിരിക്കുന്ന എന്തിന്? ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തട്ടെ. സെക്യുലറിസം പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ട് വെച്ചാണെന്ന് ഭരണഘടന കമ്മീഷൻ വെച്ചിട്ടാണല്ലോ 51 ഇത് കമ്മീഷൻ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഇത്രയും വർഷങ്ങളായിട്ട് ഭരിക്കുന്ന എല്ലാ പാർട്ടികളും ഉണ്ടായിരുന്നല്ലോ. ഇടപെടരുത്, ഇന്റർഫിയർ ചെയ്യരുത്. താങ്കൾ പറഞ്ഞ സമയത്ത് ഞാൻ ഇടപെട്ടില്ല. എനിക്ക് തീർക്കാൻ മറുപടി പറയാൻ സമയമില്ല. അതുകൊണ്ടാണ് പ്ലീസ് ആർ വി ബാബു താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. എന്നെ പറയാൻ അനുവദിക്കൂ, പ്ലീസ് എന്നെ പറയാൻ അനുവദിക്കൂ. താങ്കൾ പറഞ്ഞ 2-3 കാര്യങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഒന്ന്, മഹാത്മാഗാന്ധി സവർക്കർക്ക് സർട്ടിഫിക്കേഷൻ കൊടുത്തു, യങ് എനർജറ്റിക് റവല്യൂഷണറി ലീഡറിന്. എന്നിട്ട് സെല്ലുലാർ ജയിലില് സവർക്കർ മാത്രമേ പോയിട്ടുള്ളൂ, വേറെ ആരും പോയിട്ടില്ല. ഒരു കോൺഗ്രസ്സുകാരനും പോയിട്ടില്ല, വേറെ രാഷ്ട്രീയ പ്രവർത്തകനും പോയിട്ടില്ല. ഏത് കമ്മ്യൂണിസ്റ്റുകാരൻ പോയിന്നാ ചോദിച്ചത്? കോൺഗ്രസ്സുകാരൻ പോയതല്ല, ഏത് കമ്മ്യൂണിസ്റ്റുകാരൻ പോയിന്നാ ചോദിച്ചത്? ആത്മരതിക്ക് വേണ്ടി താങ്കൾക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ആത്മരതിയിലാണ് സെല്ലുലാർ ജയിലിൽ പോയ കമ്മ്യൂണിസ്റ്റുകാരുടെ പേര് കോട്ട് ചെയ്തത്. ഡൊമിനിക് ലാപ്പിന്റെ ലാറി കോൺസിന്റെ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, അതൊരു ചരിത്ര പുസ്തകമാണ്. രാമചന്ദ്ര ഗുഹയെ കോട്ട് ചെയ്യട്ടെ, റോമില ഥാപ്പറെ കോട്ട് ചെയ്യട്ടെ, ഇർഫാൻ ഹബീബിനെ കോട്ട് ചെയ്യട്ടെ, അങ്ങനെ അക്കാഡമിഷ്യനായിട്ടുള്ള ഇഷ്ടം പോലെ പണ്ഡിതന്മാരുണ്ടല്ലോ. അവരെയൊക്കെ, അല്ലെങ്കിൽ ഗാന്ധിയെ കോട്ട് ചെയ്യട്ടെ, ഇവരെയൊക്കെ അക്കാഡമിക് ആയിട്ടുള്ള പണ്ഡിതന്മാരെ കോട്ട് ചെയ്തിട്ട് പറയട്ടെ ഇത്തരം വാദങ്ങൾ. തിരുവിതാംകൂറിന്റെ ചരിത്രം പറഞ്ഞാൽ ഒരു പകുതി ഫിഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇവിടുത്തെ അതിനകത്തൊന്ന് കോട്ട് ചെയ്തിട്ട് ഇതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അക്കാഡമിക് ഡിസ്കോഴ്സ് നടത്തുക, അതിനകത്ത് ഫിക്ഷണൽ ഗ്രന്ഥങ്ങൾ കൊണ്ടുവരാതിരിക്കുക, കേട്ടുകേഴ്വികൾ പറയാതിരിക്കുക, കഥകളും അവദാനങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കാതിരിക്കുക. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അത് അത് വായിച്ച് രസിക്കാനൊക്കെ കൊള്ളാം, സ്വന്തമായിട്ട് രോമാഞ്ചം അണിയാനൊക്കെ അതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ അക്കാഡമിക് പർപ്പസിന് വേണ്ടി ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ മാപ്പ്, ഈ പറഞ്ഞ കണക്കുള്ള കാശ്മീർ ഇല്ലാത്ത മാപ്പ്, പാകിസ്ഥാൻ ഉള്ള ഒരു മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് അഖണ്ഡ ഭാരതത്തിന്റെ ചിത്രം എന്നൊക്കെ പറഞ്ഞാൽ ദഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ കാവിക്കൊടി RSSന്റെ അല്ലെന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞിനെ വരെ അറിയാം കാവിക്കൊടിയും കൊണ്ട് നടക്കുന്ന ആരാണെന്നും കൈച്ചരട് കെട്ടിക്കൊണ്ട് നടക്കുന്ന ആരാണെന്നും എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അല്ലാതെ ആരും കാവിക്കൊടിയൊന്നും അങ്ങനെ ഉയർത്തിക്കൊണ്ട് നടക്കാറില്ല ഈ പറഞ്ഞതുപോലെ. പിന്നെ അത് അങ്ങനെയല്ല, ശിവാജിയുടെ കൊടിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ആരുടെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാതിരിക്കും. പക്ഷെ ഇത് സാമാന്യ ജനം ഇത് വിശ്വസിച്ചെന്ന് വരില്ല.